ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. സ്ഥിരമായിട്ട് വീഡിയോ ഇടുമെന്ന് പറഞ്ഞിട്ട് ഇന്നേക്ക് രണ്ടാമത്തെ ദിവസമാണ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കടയിൽ ചെറിയൊരു സംഭവം നടന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം പറയാനായിട്ടാണ് ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോയുമായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവരുടെ മാക്സിമം സപ്പോർട്ട് ഉണ്ടാവണം, ആരും പറ്റിക്കരുത്, വീഡിയോ മുഴുവനായിട്ടും കാണണം. അപ്പോൾ അതിനു മുമ്പ് വേറൊരു അടിപൊളിയൊരു സംഭവം നടന്നിട്ടുണ്ട് ഗൈസ്. എനിക്ക് വളരെ സന്തോഷമായിട്ടുള്ളൊരു കാര്യം നിങ്ങളുമായിട്ട് പറയണമെന്ന് തോന്നി. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ചെറിയൊരു റീല് എന്ന് വെച്ചാൽ ഒരു 2 ഫോട്ടോകൾ ചെറിയ റീലാക്കി എൻ്റെ ഇൻസ്റ്റാഗ്രാമിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് സപ്പോർട്ടാണ് ഗൈസ് ആ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോയ്ക്ക് കിട്ടിയത്. ഏതാണ്ട് 100K വ്യൂസ് കിട്ടിയിട്ടുണ്ട് ആ ഒരു വീഡിയോയ്ക്ക്. അപ്പം 1 മില്യൺ അടിക്കുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. അടിക്കാനായിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് ആ ഒരു വീഡിയോ കാണണം. അതിൽ എനിക്ക് സന്തോഷമായിട്ട് തോന്നിയത്, ആ ഒരു വീഡിയോയ്ക്ക് സ്പെഷ്യലായിട്ട് ഒരാൾ വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതെനിക്ക് വളരെ സന്തോഷമായി. ആ ഒരു പിക്ചർ ഏതാണ്ട് 10 വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത പിക്ചറും ഇപ്പോൾ എടുത്ത പിക്ചറും തമ്മിൽ ഉള്ളൊരു 10 ഇയേഴ്സ് ചലഞ്ചായിട്ട് ഇട്ടതാണ്. കഴിഞ്ഞ വീഡിയോയ്ക്ക് കുറച്ച് സപ്പോർട്ട് കിട്ടി, അതുകൊണ്ട് എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയ്ക്കും അതുപോലെ സപ്പോർട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് കാര്യമെന്ന് വെച്ചാൽ, ഞാൻ എന്നത്തെയും പോലെ കടയൊക്കെ തുറന്നു വന്ന് ഇരിക്കാറുണ്ട്. അപ്പോൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ എനിക്ക് ഈ കാല് വെച്ചും കൊണ്ട് ഇരിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇടയ്ക്കൊരു 10-11 മണിയൊക്കെ ആകുമ്പോഴേക്കും കാലൊക്കെ ഊരി വെച്ചിട്ട് ഞാൻ ഇരിക്കാം. എന്നിട്ടൊരു 4 മണിയൊക്കെ 3-4 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇരിക്കും ഞാൻ കാലൊക്കെ എടുത്ത് വെച്ചിട്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ കാലിൽ ചെറിയ പൊട്ടലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഞാനിത് ഊരി വെച്ച് റെസ്റ്റ് ചെയ്യും. അപ്പം ഉച്ചയ്ക്കായാലും ഇങ്ങനെ കാലൊക്കെ ഊരി വെച്ചിട്ട് ഇരിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ കയറി വരും, അല്ലെ വെള്ളത്തിനോ ഒക്കെ കയറി വരുമ്പോൾ എടുത്ത് വെച്ചിട്ട് ഞാൻ എടുത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഫോണിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചേട്ടൻ ഇങ്ങനെ കയറി വരണം. അങ്ങനെ ഞാൻ വെട്ടിട്ട് കാലൊക്കെ എടുത്ത് വെച്ചിട്ട് എന്തൊരു വേണമെന്ന് ചോദിച്ചപ്പോൾ ഒരു 10 രൂപ തരുമല്ലോ. ഞാൻ ചോദിച്ചു 10 രൂപ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ബസ് കൂലിക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കേട്ടപ്പോൾ വിഷമം തോന്നിയത്. പക്ഷേ കണ്ടപ്പം നല്ലൊരു ചേട്ടൻ, മുഖമൊക്കെ കാണാൻ നല്ല വെളുത്ത്, നല്ല മുടിയൊക്കെ നല്ലപോലെ ബോഡി വെച്ച് അടിപൊളിയായിട്ടിരിക്കുന്നു. പക്ഷേ ഉടുപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ എവിടെയൊക്കെ പോയി മറിഞ്ഞടിച്ച് വീണ് പുറം മൊത്തവും മണ്ണും പൊടിയൊക്കെ ആയിട്ട് പറ്റിയിരിക്കുന്നത് പോലെ. അങ്ങനെ ഞാൻ പാവമല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ആ 10 രൂപ കൊടുത്തു. 10 രൂപ കൊണ്ട് പോവല്ല കാഴ്ച, ഇവിടെ നിന്നങ്ങ് സംസാരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ. എനിക്കത് മനസ്സിലായി, ഇയാൾക്ക് മെൻ്റലി എന്തോ പ്രശ്നമുണ്ട്, ഇല്ല പറഞ്ഞു വിട്ടില്ലെങ്കിൽ ശരിയാകത്തില്ലെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞ പോകണില്ലേ, അപ്പോൾ ഒരു ബസ് ഇല്ലേ പോയി. ഞാൻ പറഞ്ഞ ബസ് പോയി പൊക്കോളാൻ പറഞ്ഞു. ആണെങ്കിൽ ചിരിയും വരുന്നത് ദേഷ്യവും വരുന്നത് എന്തിനു പറയണമെന്നറിയാണ്. ഞാൻ അങ്ങനെ കശീനെ നിർത്തിക്കഴിഞ്ഞാൽ പറ്റും. ഞാൻ ചോദിച്ചാൽ എൻ്റെ വീട് എവിടെ? അത് പാമ്പുറത്താണ്, നമ്മുടെ വീട്ടിൻ്റെയൊക്കെ ആ ഒരു സൈഡിൽ കൂടെ വരുന്ന ഒരു സ്ഥലമാണ്. പാമ്പുറത്താണെന്ന് പറയാം. അപ്പോൾ പാമ്പുറത്ത് എവിടെ? പാമ്പുറത്ത് അവിടെ തന്നെയാണെന്ന് പറഞ്ഞു. നമ്മുടെ പാമ്പുറത്താണെങ്കിൽ എൻ്റെ അച്ഛൻ ഓട്ടോ ഓടിക്കുന്നത് അവിടെ എവിടെയാണെന്ന് ചോദിച്ചു. അവിടെ നിന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പം ആണെന്ന്. അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു ഹോട്ടലൊക്കെ ഉണ്ട്, ബജി കടയൊക്കെ ഉള്ളൊരു ഹോട്ടലൊക്കെ ഉണ്ട്, അവിടെയാണെന്ന് ചോദിച്ചു. അവിടെ നിന്ന് കുറച്ചും കൂടെ മുന്നോട്ട്, നമ്മൾ അവിടെ കുറച്ച് മീനമ്പലം അങ്ങ് പോകണമെന്ന് ചോദിച്ചു. അങ്ങ് പോയെന്ന് വിളിച്ചുകൊണ്ട് മുന്നോട്ട്. അപ്പോൾ അയാൾ പറയുന്ന സ്ഥലങ്ങളൊക്കെ എനിക്കറിയാം. അപ്പോൾ അയാൾക്ക് മനസ്സിലായി. അപ്പോൾ അയാൾ ചോദിച്ചിരിക്കുന്നത് എന്തിനാ എൻ്റെ വീടൊക്കെ തിരക്കുന്നത്? ഞാൻ ചോദിച്ചു, അണ്ണപ്പം പൈസയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയല്ലേ, എനിക്ക് പൈസ തിരിച്ച് വാങ്ങിക്കണ്ടേ? അപ്പോൾ അയാൾ ചോദിക്കുകയാണ് 10 രൂപ തിരിച്ച് വാങ്ങിക്കാനാണോ? അപ്പോഴെന്ത് 10 രൂപ എനിക്ക് ചോദിക്കും. ഞാൻ ചുമ്മാ ചോദിച്ചതാണ്, വാങ്ങിക്കാനൊന്നുമല്ല. 10 രൂപ എന്തും എനിക്ക് വാങ്ങിച്ചു കൊടുക്കാം. ഞാൻ ഇത്രയും സാധനങ്ങളൊക്കെ പോകുമ്പോഴാണ് എനിക്ക് 10 രൂപ അതിന് കിട്ടുന്നതെന്ന്. ഓ അങ്ങനെയാണോ? ഞാൻ തിരിച്ചു കൊടുത്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഉണ്ടെങ്കിൽ വീട് വീടൊന്നും പറയണ്ട, അതൊക്കെ പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ചോദിച്ചാൽ അതെന്തോന്ന്? ഇല്ല ഞാൻ പോകണമെന്നും പറഞ്ഞു. അപ്പോഴേ അങ്ങ് ഇറങ്ങി അങ്ങ് പോകണം. ബസ്സിൽ കയറാൻ പോയ ആൾ കാണണം. അങ്ങ് ഇടത്തോട്ട് പോയാൽ പാരിപ്പള്ളിലോട്ട് പോകും. പാരിപ്പള്ളിലോട്ടാണ് പോകുമ്പോഴാണ് ഈ പാമ്പുറം എന്നുള്ള സ്ഥലത്തോട്ട് പോകുന്നത്. അവിടെയാണ് ഞങ്ങൾക്കുള്ള വീട്. അങ്ങോട്ട് പോകാനായിട്ടുള്ള ബസ് സ്റ്റോപ്പിൽ കാത്ത് നിൽക്കാതെ പള്ളിക്കലോട്ട് പോകാനായിട്ടുള്ള ബസ് സ്റ്റോപ്പിൽ കാത്തിരിക്കുന്നത്. അവിടെ ഒരു ബസ് വരെയും ചെയ്ത് ആ ബസ്സിൽ കയറി പള്ളിക്കലോട്ട് പോവുകയും ചെയ്തു. ഞാൻ വന്നപ്പോൾ അമ്മയുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് പാമ്പുറത്തോട്ട് പോകാനായിട്ട് നിന്ന ആൾ പള്ളിക്കലോട്ട് കയറിപ്പോയത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കിളി പറന്ന് രണ്ടെണ്ണം ഇവിടെ വന്നു കഴിച്ചു. എന്ത് ചെയ്യട്ട്? അങ്ങനെ ഒരു 10 രൂപയും പോയി. വാങ്ങിക്കാനൊന്നുമില്ല കാഴ്ച. എന്തായാലും എന്തോ പ്രശ്നമുണ്ട് കാര്യമായിട്ട്. അതെനി പ്രശ്നം എൻ്റെ അടുത്ത് കാണിക്കാനായിട്ടാണോ എന്തോ മെൻ്റലി ചെറിയ പ്രശ്നമുണ്ട് ആ ചേട്ടന്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നമുക്കങ്ങനെ തോന്നത്തില്ല, നോർമലായിട്ടൊരു ചേട്ടനായിട്ട് തോന്നും. പക്ഷെ പിറവൊക്കെ ഫുള്ളും മണ്ണും പൊടിയും ഇതൊക്കെ ചാമ്പലൊക്കെ പറ്റി എവിടെ മറിഞ്ഞടിച്ച് വീഴയോ ആരോ എടുത്തിട്ട് അടിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ ഇതുവരെ കണ്ടിട്ടില്ല. ഇത്രയേ ഉള്ളൂ ഗൈസ്.
ഞാൻ അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.